ഹായ് ഓൾ, ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണേ, എന്നാലേ സംഭവം എന്താണെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഗ്യാസിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വന്ന ശേഷം അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം 2 സവാള മീഡിയം സൈസ് എടുത്തേക്കുന്ന കേട്ടോ, കുരുരാന്ന് അരിഞ്ഞത് എടുത്തേക്കുന്നത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. വേഗം വഴണ്ടി കിട്ടാൻ ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ കറിയുടെ ആ ഒരു പരുവമൊന്നും വേണ്ട കേട്ടോ, പകുതിയോളം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നോടെ വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മോള് കഴിക്കാൻ വേണ്ടിയാട്ടോ എല്ലാം കുറച്ചീശെ ഇട്ടേക്കുന്നത്. ഇപ്പം മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം കേട്ടോ, ടേസ്റ്റിന് വേണ്ടി. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മോൾക്ക് കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കുറച്ചിട്ടേക്കുന്നത്. കുറച്ച് മസാല ഇട്ട് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ ഈ പച്ചമണം മാറുന്നോടം വരെ വഴറ്റിയ ശേഷം ഇതൊന്ന് പരത്തിയിട്ട് കൊടുക്കുക കേട്ടോ. അതിലേക്ക് 3 മുട്ട ഒഴിച്ചു കൊടുക്കാം. പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒന്നും വേണ്ട കേട്ടോ, ഇത് മാത്രം മതി. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഉണ്ണി ചെറുതായിട്ടൊന്ന് പൊട്ടിക്കണം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് മല്ലിയല്ല ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. ഒരു മിനിറ്റ് അത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഉണ്ണി ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചൊക്കെ കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പുളിച്ചയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അതങ്ങനെ നിൽക്കില്ലത്, തിരിച്ചിടണം. നമ്മൾ ഓരോ പീസായിട്ട് നമ്മൾ ഇത് മുറിച്ചെടുക്കുവാണ് കേട്ടോ. എന്നിട്ട് തിരിച്ചിടണം. ഞാൻ എന്താ പറയുക, വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് കുക്ക് ചെയ്തിട്ട് വേണം തിരിച്ചിടാൻ. ഇപ്പം ഈ ഒരു പരുവത്തിൽ തിരിച്ചിട്ടപ്പോൾ കിട്ടിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മുറിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് 3 പീസാക്കിയിട്ട് നമ്മുടെ ഓംലെറ്റൊക്കെ തിരിച്ചിടുമല്ലേ, എന്ന പോലെ തന്നെ തിരിച്ചിട്ടാൽ മതി കേട്ടോ. വേറെ അധികം പണിയൊന്നും ഇല്ല, വളരെ ഈസി ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ. എത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഞാനിതൊരു വാഴയിലയിലോട്ട് മാറ്റിയേക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒന്നും വേണ്ട കേട്ടോ, ഇത് മാത്രം കൂട്ടിയിട്ട് നമുക്ക് ചോറ് കഴിക്കാം. കൊച്ചുകുട്ടികൾക്കും അതുപോലെ തന്നെ വലിയ ആൾക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.